ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വചനം. ആ വചനഭാഗം ഇങ്ങനെയാണ് നാം കാണുന്നത്. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഈ വേദഭാഗത്തിൽ പത്രോസ് ശ്ലീഹ കർത്താവിനെ കുറിച്ച് പറഞ്ഞ വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് തന്നോട് പറഞ്ഞ മറുപടിയാണ് നാം കാണുന്നത്. ആദ്യ മാതാപിതാക്കളായ ആദാം ഹവ്വമാർ പിശാചിന് വഴിപ്പെട്ട് അനുസരണക്കേട് കാണിച്ചത് മുതൽ ദൈവത്തോട് ചേർന്ന് വസിക്കുവാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ പിശാച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും മനുഷ്യവർഗം മുഴുവൻ പാപികളായി തീരുകയും ചെയ്തു. അന്നു മുതൽ ഈ മാർഗത്തെ നശിപ്പിക്കുവാൻ ശത്രു കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ശത്രു എത്ര മാത്രം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നുവോ അത്രമാത്രം ഈ മാർഗം വളർന്നുകൊണ്ടിരിക്കും. അങ്ങനെ അനുസരണക്കേട് എന്ന പാപം മുഖാന്തരം ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ തിരികെ പിടിക്കുവാൻ ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വന്ന ക്രിസ്തുവിനെയും നശിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച ശത്രുവിന് തെറ്റുപറ്റി. 6 നീതിന്യായ കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും നീതിമാൻ എന്ന് കണ്ട കർത്താവിനെ അവർ ക്രൂശിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന്. ആ അധ്യായത്തിൽ തന്നെ അതിന്റെ 16-17 വചനഭാഗങ്ങളിൽ എന്തുകൊണ്ട് കർത്താവ് ഇത് പത്രോസ് ശ്ലീഹയോട് പറഞ്ഞു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഭ എന്നാൽ ക്രിസ്തുവിന്റെ ശരീരം ആകുന്നു. ഭരണാധികാരികൾ ക്രൂശിച്ച് അടക്കം ചെയ്തിട്ടും താൻ സകല കാവലിനെയും ഭേദിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ലോകത്തിന്റെ അധികാര ശക്തിയെ തോൽപ്പിച്ച് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കുവാൻ കഴിയാത്ത വിധം താൻ ഉയർത്തെഴുന്നേറ്റു. ഇതാണ് കർത്താവ് പത്രോസിനോട് പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പാപത്തിനും പരിഹാരമായി താൻ മരിച്ചു അടക്കപ്പെട്ടു. ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ആരംഭം മുതൽ ഇന്നുവരെയും ലോകത്തിന്റെ ഏതെല്ലാം ശക്തികൾ ഈ മാർഗത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ചോ അവിടെയെല്ലാം ഈ മാർഗം വളർന്നിട്ടുള്ളതല്ലാതെ ഈ മാർഗത്തെ നശിപ്പിച്ചു കളയുവാൻ ഇന്നുവരെ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല, ഇനിയും കഴിയുകയുമില്ല. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, പിശാചിനാൽ തെറ്റിപ്പോയ മുഴുവൻ മനുഷ്യവർഗത്തെയും പിതാവിങ്കിലേക്ക് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്. ഇന്നുവരെ ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന സകല മഹാന്മാരും മരിച്ചു പോയി എന്ന് പറയുമ്പോൾ നാം വിശ്വസിക്കുന്ന നമ്മുടെ ജീവനുള്ള കർത്താവ് മരിച്ചു പോയ കർത്താവല്ല, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവാകയാൽ ഈ കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി ഏത് വ്യക്തിക്ക് സ്വീകരിക്കുവാൻ കഴിയുന്നു ആ വ്യക്തിക്ക് നിത്യജീവൻ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ ഈ വചനപ്രകാരം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുകയും ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.